വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. തിരുവനന്തപുരം പുന്നമൂട് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. പെപ്പർ സ്പ്രേ അടിച്ചതാണ് ദേഹാസ്വാസ്ഥ്യത്തെ കാരണമെന്ന് നിഗമനം. 7+2 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപികയ്ക്കുമാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. 6 കുട്ടികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 4 ആൺകുട്ടികൾക്കും 2 പെൺകുട്ടികൾക്കുമാണ് ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായത്. കുട്ടികൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് 6 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ആർ കൃഷ്ണവേണി പറഞ്ഞു. വിവരങ്ങളുമായി വീണ MS ചേരുന്നു. വീണ, കൂടുതൽ വിവരങ്ങൾ. ദുർഗ, ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പുന്നമൂട് സ്കൂളിൽ പെപ്പർ സ്പ്രേ അടിച്ചതിനെ തുടർന്ന് 7+2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അതിൽ +1 സയൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഇവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 6 വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവർക്ക് ദേഹാസ്വാസ്ഥ്യവും മാത്രമല്ല ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഒരു അധ്യാപികയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചത്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ജനറൽ ആശുപത്രി സൂപ്രണ്ട് പ്രതികരിക്കുകയുണ്ടായി. റെഡ് കോപ്പ് എന്ന ഒരു പെപ്പർ സ്പ്രേ ആണ് കുട്ടികൾ ഉപയോഗിച്ചതെന്നാണ് സൂപ്രണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാവിലെ ഈ +1 സയൻസ് വിഭാഗത്തിൽ തന്നെ ഒരു കുട്ടി ഇത് കൊണ്ടുവന്നിരുന്നു. ഇത് സ്പ്രേ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്ന കുട്ടികൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ശ്വാസമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്നും ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 6 പേരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണുള്ളത്. ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടുണ്ട്. ദുർഗ, ശരി. തിരുവനന്തപുരത്ത് നിന്നും വീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.